കണ്ണൂരിലെ നഗര ഗ്രാമ മേഖലകളിലെല്ലാം കനത്ത മഴ തുടരുകയാണ്. രാത്രി ആരംഭിച്ച മഴയ്ക്ക് പകലും ശമനമുണ്ടായില്ല. കണ്ണൂർ സിറ്റിയോടടുത്ത് കുറുവയിൽ വീടുകളിലേക്ക് മതിൽ ഇടിഞ്ഞു വീണു. ഉഷാജ്, ജാസ്മിൻ എന്നിവരുടെ വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. ഇതെപ്പോഴാണ് ഈ സംഭവം? ഒരു 7 മണിയായി. 7 മണിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒച്ചയായിട്ടൊരു ഇടിയെടുത്തതെന്നാണ് വിചാരിച്ചത്. അപ്പം മോനുണ്ടായിട്ടില്ല, പുറത്തേക്ക് പോയി കളിക്കാൻ. അങ്ങനെ ആ മോനെയും ചൊല്ലിയിട്ട് ഇങ്ങനെ ഓടിയതാണ്. അന്നേരമാണ് ഇപ്പുറത്തുനിന്ന് ഇവളും ഇങ്ങനെ ഓടിയിട്ട് വരുന്നു. എടി നമ്മളെ പുരയെന്ന് അങ്ങനെ പോയിനി അന്നേരം ഇപ്പോൾ വീട്ടിൻ്റെ പുറത്ത് വന്നേരാണ് ഇത് സംഭവം കാണുന്നത്. വീട് ഒരു ഫുൾ കുലുക്കം വന്നിന്. അത് ഇറങ്ങി നോക്കുമ്പോൾ റൂം നോക്കുമ്പോൾ അങ്ങനെ ക്ലാസ്സെല്ലാം ഇതായിട്ട് പിന്നെ നമ്മളന്നേരം പറയും കെട്ടാൻ മുന്നിലേ പറഞ്ഞു ഇത് ഇങ്ങനെ കെട്ടല്ലേ, വീടാണ് നമ്മൾ വീടെടുത്തിട്ട് ആകെ 1 വർഷമായിട്ടുള്ളൂ. വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം നമ്മൾ പറയും, അന്നേരം പറഞ്ഞ് ഇനി നമ്മൾ ശരിയാക്കി തരാൻ ശരിയാക്കി തന്നിട്ടില്ല. അന്നേരം പിന്നെ സംഭവിക്കുന്നത്. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയുടെ പഴയ കെട്ടിടത്തിന്റെ ഒരു ഭാഗം കനത്ത മഴയിൽ തകർന്നു വീണു. താഴെ ചൊവ്വയിൽ വീടുകളിലേക്ക് വെള്ളം കയറി. ഓവുചാൽ അടഞ്ഞതിനെ തുടർന്നാണ് വീടുകളിലേക്ക് വെള്ളം ഇരച്ചെത്തിയത്. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള പ്രധാന റോഡിൽ രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു. പിലാത്തറയിൽ സർവീസ് റോഡിലും പാപ്പിനിശ്ശേരി വേളാപുരം കവലയിലും ഗതാഗതം തടസ്സപ്പെട്ടു. പാനൂർ കിഴക്കേച്ചമ്പാട് വീടിനോട് ചേർന്ന കിണർ ഇടിഞ്ഞു താഴ്ന്നു. മുഴപ്പിലങ്ങാട് ബീച്ചിന് സമീപം വീട്ടിൽ വെള്ളം കയറി. മഴ കനക്കുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ ജാഗ്രത ശക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.